ആലുവ ചെങ്ങമനാട് 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണത്തിലേക്ക് നയിച്ചത് ഓൺലൈൻ കില്ലർ ഗെയിമെന്ന് പിതാവ് ജെയ്മി. ഗെയിം ടാസ്കിനിടെയാണ് മരണമെന്ന് തന്നെയാണ് കരുതുന്നത്. കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷണത്തിൽ പുറത്തുവരുമെന്ന് കരുതുന്നതായും ജെയ്മി പറഞ്ഞു. വെള്ളിയാഴ്ച വൈകിട്ടാണ് ജെയ്മിയുടെ മകൾ ആഗ്നലിനെ വീട്ടിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റെയിൻകോട്ട് ധരിച്ച് മുഖം കൈകൾ കൊണ്ട് പിന്നിൽ കെട്ടി വായ് പ്ലാസ്റ്റർ ഒട്ടിച്ച നിലയിലായിരുന്നു മൃതദേഹം. താടിയലിനും മുറിവുണ്ടായിരുന്നു. ഏത് സാഹസികതയും അതിജീവിച്ച് തിരിച്ചുവരുന്ന ഓൺലൈൻ ഗെയിം പ്രകടനങ്ങൾ വിദ്യാർത്ഥി കാണാറുണ്ടായിരുന്നെന്നാണ് കരുതുന്നത്. ശരീരമാസകലം ചങ്ങല കൊണ്ട് ബന്ധിതനായും വാട്ടർ, ഫയർ എസ്കേപ്പുകൾ, സാഹസികമായി രക്ഷപ്പെടുന്ന രംഗങ്ങൾ എന്നിവ കാണാറുണ്ടായിരുന്നു. പഠനാവശ്യങ്ങൾക്ക് മാതാപിതാക്കളുടെ മൊബൈൽ ഫോണുകൾ ആഗ്നൽ ഉപയോഗിച്ചിരുന്നു. മുറി അടച്ചിട്ടിരുന്ന് മൊബൈൽ ഉപയോഗിക്കുന്നത് താൻ വിലക്കിയിരുന്നെന്നും എന്നാൽ മുറിയിലേക്ക് കയറി ചെല്ലുന്നത് ആഗ്നലിന് ദൂരെ നിന്ന് കാണാൻ കഴിയുമായിരുന്നെന്നും പറയുന്നു. ഗെയിമിംഗ് ആപ്പുകൾ ഈ സമയവും ഉപയോഗിച്ചിരുന്നോ എന്ന് സംശയമുണ്ടെന്നും പിതാവ് ജെയ്മി പറഞ്ഞു. അവൻ മാറിയിരുന്ന് ഓപ്പോസിറ്റ് ഇരുന്നിട്ട് അവൻ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മൾ വിചാരിക്കണ അവൻ പഠിക്കാന്നുള്ള ധാരണ നമുക്ക് മാറ്റുന്നുണ്ടെന്ന് ഇടയ്ക്ക് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ വരുമ്പോൾ അവൻ മാറ്റി ഇതിട്ട് കഴിയുമ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യാൻ നിൽക്കില്ല. ചെക്ക് ചെയ്യാനുള്ള രീതി കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയൂല. ആഗ്നൽ ഉപയോഗിച്ചിരുന്ന ഫോണുകൾ പോലീസ് ഫോറൻസിക് വിഭാഗം പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് അന്വേഷണം. ജനം, കൊച്ചി.